കൊച്ചി പച്ചാളത്ത് യുവാവിനെ ഫ്രൈങ് പാൻ കൊണ്ട് തലക്കടിച്ചു കൊന്നു. പച്ചാളം സ്വദേശി ആൽജൂഡാണ് കൊല്ലപ്പെട്ടത്. പച്ചാളം സ്വദേശി സിനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിനോജിന്റെ വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ക്രൂരമായ കൊലപാതകമാണ് കൊച്ചി നടന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? പ്രതി പിടിയിലായിരിക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം, ശരൺ? സ്മൃതി, ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കൊച്ചി നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്താണ്. പച്ചാളത്തെ ഈ വീട്ടിൽ ആണ്, ഈ വീടിന് മുകളിലായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇത് സിനോഷ് എന്ന ആളുടെ വീടാണ്. ഈ വീട് ഇതര സംസ്ഥാനക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ സിനോഷും സുഹൃത്തുക്കളും ചേർന്ന് പലപ്പോഴായിട്ട് ഈ വീടിന്റെ മുകളിലിരുന്ന് മദ്യപിക്കാറുണ്ട്. അങ്ങനെ ഈ കൊല്ലപ്പെട്ട ആണ് ആൽജൂഡും സിനോഷും ഒപ്പം തന്നെ മറ്റൊരു സുഹൃത്തു കൂടി ചേർന്ന് ഇന്നലെ രാത്രി മദ്യപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ആ മദ്യപാനത്തിനിടെ ചില തർക്കങ്ങളുണ്ടാകുന്നു. ആ തർക്കത്തിന് പിന്നാലെയാണ് ഈ ഫ്രൈയിങ് പാൻ ഉപയോഗിച്ച് ആൽജൂഡിനെ സിനോഷ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കൊച്ചി DCP അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയായ സിനോജിനെ ഇവിടെ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതായത് ഇയാൾ മദ്യലഹരിയിലാണ് ഉണ്ടായിരുന്നത്. പോലീസ് ഇവിടെ എത്തി സംഭവം അറിഞ്ഞു. അതായത് ഈ ഇതര സംസ്ഥാനക്കാർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇതര സംസ്ഥാനക്കാർ ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് മുകളിൽ കയറി നോക്കിയപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് ഇവിടെ എത്തിയപ്പോൾ സിനോഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ മദ്യലഹരിയിലാണ് ഉണ്ടായിരുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു വശത്ത് വലിയ രീതിയിൽ തന്നെ, അതായത് മറ്റ് പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രണ്ടു പേരും തമ്മിൽ ദീർഘകാലമായിട്ട് തന്നെ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നാട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴും അത്തരത്തിൽ ഇവർ സ്ഥിരമായി ഇവിടെ മദ്യപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഈ മദ്യപാനത്തിനിടെ തർക്കമുണ്ടാകുന്നു. ഇതോടുകൂടി ഫ്രൈങ് പാൻ ഉപയോഗിച്ചാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫ്രൈങ് പാൻ അടക്കം പോലീസിനെ ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിന് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ശരി, SS ശരനാണ് എറണാകുളത്ത് നടന്നിരിക്കുന്നത്, കൊച്ചിയിൽ നടന്നിരിക്കുന്ന അതിക്രൂര കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.